മക്കളെ നമ്മൾ ഏഴാമത്തെ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ദ ടെക്നോളജി യൂസ്ഡ് ടു ഐഡന്റിഫൈ ദ ലൊക്കേഷൻ ഓഫ് ജീൻ ഇൻ എ DNA ഈസ് റെസ്പോൺസിബിൾ ഫോർ എ പർട്ടിക്കുലർ ട്രൈറ്റ്. അല്ലെ, DNA ജീനിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ് മക്കളെ? ജീൻ മാപ്പിംഗ് ആണ്. ഏതാണ്? ജീൻ മാപ്പിംഗ്. ഗൂഗിൾ മാപ്പ് എന്ന് പറയില്ല, അത് ആലോചിച്ച് നോക്കുക. DNA എന്ത്? ജീനിന്റെ ലൊക്കേഷൻ. അപ്പൊ ഏതാണ് ജീൻ മാപ്പിംഗ്? ഏതാണ് ജീൻ മാപ്പിംഗ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിച്ച് പാർട്ട് ഈസ് ഡിനോട്ടഡ് ആസ് എക്സ്. അല്ലെ, എക്സ് ഏതാണ് മക്കളെ? എക്സ് എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? പ്ലാസ്മിഡ് ആണ് മക്കളെ, പ്ലാസ്മിഡ്. അല്ലെങ്കിൽ നമ്മൾ അതിനെന്താ പറയുന്നത്? സർക്കുലാർ DNA. ഏതാണ്? സർക്കുലാർ DNA. രണ്ടാമത്തെ നോക്കടാ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എക്സ്. അല്ലെ, എക്സ് എന്താ നമുക്കറിയാം. എക്സ് എന്താണ്? പ്ലാസ്മിഡ് ആണ്. പ്ലാസ്മിഡിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അല്ലെ, പ്ലാസ്മിഡ് നമ്മൾ എന്തായിട്ടാണ് മക്കളെ ഉപയോഗിക്കുന്നത്? ഒരു വെക്റ്റർ ആയിട്ടാണ്. അല്ലെ, യൂസ്ഡ് ആസ് വെക്റ്റർ ആണ്. എന്തായിട്ട്? വെക്റ്റർ ആയിട്ട് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നു. അല്ലെ, എന്നിട്ട് അതിൽ എന്തുണ്ടായിരിക്കും? ഇപ്പൊ വെക്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യും? ലിഗേറ്റ് ചെയ്തെടുത്ത ജീനും ഉണ്ടാവും. അല്ലെ, പുതിയ ജീനും ഉണ്ടായിരിക്കും. അല്ലെ മക്കളെ, അതിന് നമ്മൾ എന്താ പറയുന്നത്? ലിഗേറ്റഡ് ജീൻ. എന്താ പറയുന്നത്? ലിഗേറ്റഡ് ജീൻ. അപ്പൊ ഇത് പ്ലാസ്മിഡ് ആണ്. അതുപോലെ ഇത് എന്താണ്? നമ്മൾ പുതുതായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്ന ഹ്യൂമൻ സെല്ലിൽ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്ന ലിഗേറ്റഡ് ജീൻ ആണ്. ഇവരെ നമ്മൾ എങ്ങോട്ടേക്കാണ് മക്കളെ കൊണ്ടുപോയിടുന്നത്? നമ്മുടെ ടാർഗറ്റ് സെല്ലിലേക്ക്. അല്ലെ, എങ്ങോട്ടേക്കാണ്? ടാർഗറ്റ് സെൽ. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? ടാർഗറ്റ് സെൽ. എന്താണ്? ടാർഗറ്റ് സെൽ. ഇപ്പൊ കിട്ടിയോ? എന്താ നമ്മൾ എങ്ങനെ എഴുതുക? പ്ലാസ്മിഡ് യൂസ്ഡ് ആസ് എ വെക്റ്റർ. പ്ലാസ്മിഡ് യൂസ്ഡ് ആസ് എ വെക്റ്റർ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇറ്റ് കണ്ടെയ്ൻ ലിഗേറ്റഡ് ജീൻ. എന്താണ്? ഇറ്റ് കണ്ടെയ്ൻ ലിഗേറ്റഡ് ജീൻ. പിന്നെ എന്താണ്? ഇറ്റ് എൻറ്റർ ടു. അല്ലെ, എങ്ങോട്ടേക്കാണ് എൻ്റർ ചെയ്യുന്നത്? ടാർഗറ്റ് സെല്ലിലേക്ക്. എങ്ങോട്ടേക്കാ മക്കളെ? ടാർഗറ്റ് സെല്ലിലേക്ക്. അപ്പൊ അതും കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. The protein produced through genetic engineering which is used as a viral disease. അല്ലെ, നമ്മൾ വൈറൽ ഡിസീസിന് യൂസ് ചെയ്യുന്ന അല്ലെ ആ പ്രോട്ടീൻ ഏതാണെന്ന്? ഏതാ മക്കളെ? ഇന്റർഫെറോൺ ആണ്. ഏതാ മക്കളെ? ഇന്റർഫെറോൺ. അപ്പൊ ആൻസർ കിട്ടിയില്ലേ? ഏതാണ്? ഇന്റർഫെറോൺ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. ഐഡന്റിഫൈ ദ വേൾഡ് പെയർ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അല്ലെ, ആദ്യത്തെ ഏതാ കൊടുത്തത്? ജെനറ്റിക് സിസേഴ്സ് ആണ്. ജെനറ്റിക് സിസേഴ്സിന് എൻസൈം നമ്മൾ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഏത് എൻസൈമാണ് യൂസ് ചെയ്യുന്നത്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. ഏതാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ആണ്. അപ്പൊ ജെനറ്റിക് ഗ്ലൂ ഏതാണ് മക്കളെ? ലിഗേസ് ആണ് മക്കളെ. ഏതാടാ? ലിഗേസ്. മാറിപ്പോവരുത്. നമ്മുടെ ജനിതക കത്രിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെനറ്റിക് സിസേഴ്സ് ഏതാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും. ജെനറ്റിക് ഗ്ലൂ, ജനിതക പശ എന്ന് പറയുന്നത് ഏതാണ്? ലിഗേസുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് the basis of genetic engineering is the discovery of the fact that genes can be cut and joined. അല്ലെ, നമുക്ക് എന്തിനുള്ള കഴിവുണ്ട്? നമ്മുടെ കണ്ണിനെ കൊണ്ട് പോലും കാണാൻ പറ്റാത്ത അത്രയും സൂക്ഷ്മമായിട്ടുള്ള ജീനിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുറിക്കാനും പറ്റും, കൂട്ടി യോജിപ്പിക്കാനും പറ്റും. യെസ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് നെയിം ദ എൻസൈം യൂസ്ഡ് ഫോർ കട്ടിംഗ് ജീൻ. അല്ലെ, അഗൈൻ റിപ്പീറ്റ്. അപ്പൊ പല രീതിയിൽ ചോദിക്കും. നിങ്ങൾക്ക് അതാണ് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റില്ലടാ. ഏത് എൻസൈം ആണ് നമ്മൾ കട്ടിങ്ങിന് ഉപയോഗിക്കുന്നത്? അല്ലെ, ഏത് എൻസൈം ആണ്? മുറിക്കാൻ ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. പിന്നെ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ ഏതാടാ? എന്തിനു വേണ്ടിയിട്ട്? യൂസ്ഡ് ഫോർ ജോയിനിങ് ദ ജീൻസ്. അല്ലെ, ജീനുകളെ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്നത് ആരാണ്? ലിഗേസ് ആണ്. ആരാ മക്കളെ? ലിഗേസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കാണ്. യെസ്, ഐഡന്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അല്ലെ, അപ്പം വെയിറ്റേജ് കുറവുള്ള പാഠമാണ്. 1 മാർക്കിന് നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണം. യെസ്, അറേഞ്ച്മെന്റ് ഓഫ് ന്യൂക്ലിയോടൈഡ്. അല്ലെ, ന്യൂക്ലിയോടൈഡിന്റെ അറേഞ്ച്മെന്റിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? DNA പ്രൊഫൈലിംഗ്. എന്താ വിളിക്കുന്നത്? DNA പ്രൊഫൈലിംഗ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. ഐഡന്റിഫൈ ദ ലൊക്കേഷൻ ഓഫ് ജീൻ ഇൻ DNA. DNAയില് ജീനിന്റെ ലൊക്കേഷൻ ഏതാണ് എന്നല്ലേ? ഏതാ മക്കളെ? ജീൻ മാപ്പിംഗ് ആണ്. ഏതാ മക്കളെ? ജീൻ മാപ്പിംഗ്.
ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. സെലക്ട് ദ കറക്റ്റ് പെയർ ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻ അല്ലെ. ഒന്ന് മാത്രമായിരിക്കും കറക്റ്റ്, ബാക്കി എല്ലാം റോങ് ആയിരിക്കും അല്ലെ, ഒരു മാർക്കിനുള്ളതാണെങ്കിൽ. അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് കറക്റ്റ് പെയർ എന്ന് അല്ലെ. ജങ്ക് ജീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫങ്ഷണൽ ജീൻ ആണോ? ജങ്ക് ജീൻ അല്ല അല്ലെ, നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ജീൻസ് ആണ് ജങ്ക് ജീൻ. അപ്പൊ ഇതെന്താണ്, തെറ്റാണ്. രണ്ട് നോക്കൂ മക്കളെ, ഇന്റർഫെറോൺസ് അല്ലെ, നമ്മൾ പഠിച്ചു ഇന്റർഫെറോൺസ് എന്താ, വൈറൽ ഡിസീസ് ആണ്, അത് ജെനറ്റിക് ഡിസീസ് അല്ല, അപ്പൊ അതും തെറ്റാണ്. ജീനോം എന്താ മക്കളെ, ജീനോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ കംപ്ലീറ്റ് ജെനറ്റിക് മെറ്റീരിയൽ പ്രസന്റ് ഇൻ ആൻ ഓർഗാനിസം അല്ലെ. ഒരു കംപ്ലീറ്റ് ജെനറ്റിക് മെറ്റീരിയലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജീനോം. അതാണ് എന്ത്, കറക്റ്റ്. എൻഡോർഫിൻ എന്താ മക്കളെ, പെയിനിന് ഉപയോഗിക്കുന്നതാണ്, പ്രോട്ടീൻ ആണ് എൻഡോർഫിൻ. അപ്പൊ ഇത് പ്രോട്ടീൻ യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഗ്രോത്ത് ഡിസോർഡർ. അപ്പൊ അതും എന്തെന്നെയാണ്, റോങ് ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണോ, ജീനോം ആണ്. ജീനോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദ കംപ്ലീറ്റ് ജെനറ്റിക് മെറ്റീരിയൽ പ്രസന്റ് ഇൻ ആൻ ഓർഗാനിസം ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ അല്ലെ മക്കളെ. നോക്കണ ചിത്രം എവിടെയെങ്കിലും കണ്ട് ഓർക്കുന്നുണ്ടോ? യെസ്, എന്താണ് മക്കളെ, സെയിം തന്നെ എന്താണ്, ചിലപ്പോൾ ഏത് ഭാഗം വേണമെങ്കിലും വിട്ട് ചോദിക്കാം. അപ്പൊ ഇത് 2 തവണ ഇതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് അടിച്ച് വന്നതാണ്. അപ്പൊ നമ്മൾ അത് മെയിൻ ആയിട്ട് നോക്കി പോകാം. ഹ്യൂമൻ DNA അല്ലെ, ഹ്യൂമന്റെ DNA എടുത്തു. പിന്നെ ഏതാണ്, ബാക്ടീരിയന്റെ DNA നമ്മൾ എടുത്തു. നമ്മുടെ മെയിൻ പരിപാടി എന്താ, നമുക്ക് ഇൻസുലിൻ ഉണ്ടാക്കണം. ഇൻസുലിൻ ആരുടെ കയ്യിലാണുള്ളത്, നമ്മുടെ ഈ ഹ്യൂമന്റെ കയ്യിലാണ് ഉള്ളത്. അത് നമ്മൾ ആരിൽ വെച്ച് ഉണ്ടാക്കാൻ പോവാ, ബാക്ടീരിയയിൽ വെച്ചിട്ട് ഒരുപാട് ഉണ്ടാക്കി നോക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ ഹ്യൂമനിൽ നിന്നും എന്ത് കട്ട് ചെയ്തെടുത്തു, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിനെ മുറിച്ചെടുത്തു. അതേപോലെ നമ്മൾ ബാക്ടീരിയന്റെ ബാക്ടീരിയൽ സർക്കുലാർ DNA എന്ന് പറയാം, അതിനെ നമ്മൾ എന്ത് ചെയ്തു, മുറിച്ചെടുത്തു അല്ലെ. മുറിക്കാൻ വേണ്ടി അപ്പൊ ഇവിടെ എ കൊടുത്തിട്ടുണ്ട്, മുറിക്കുന്ന പ്രോസസ് ആണ്. എന്താണ് മക്കളെ എ, എഗെയിൻ അല്ലെ. എ എന്താടാ, എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്, ഏതാണ് മക്കളെ, നമ്മുടെ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ആണ് അല്ലെ. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്, റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ്. നോക്കടാ, ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്, ലിഗേസ് ആണ് കേട്ടോ. ഏതാ മക്കളെ, ലിഗേസ്. അപ്പൊ നോക്കടാ, ജോയിൻ ചെയ്യുന്നു അല്ലെ, കൂട്ടിച്ചേർക്കുന്നു. അപ്പൊ കൂട്ടിച്ചേർക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്, ലിഗേസ് എൻസൈം ആണ്. എന്നിട്ട് നമ്മൾ അടുത്ത പരിപാടി എന്താ മക്കളെ, ഇൻസേർട്ടിങ് ദ DNA ഇൻ ദ ബാക്ടീരിയൽ സെൽ. നമുക്ക് ഇവരെ കൊണ്ടുപോയിട്ട് ഒരു ബാക്ടീരിയന്റെ കോശത്തിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ മനുഷ്യന്മാരിൽ നിന്ന് എടുത്തു, ബാക്ടീരിയന്റെ DNA കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇവരെ രണ്ടേയും കൂടി നമ്മൾ ജോയിൻ ചെയ്തു അല്ലെ. ജോയിൻ ചെയ്തിട്ട് അവിടെ വെച്ചാൽ മതിയോ, നമുക്ക് ഇതിനെ കൾച്ചർ ചെയ്യേണ്ട, ഒരുപാട് ഉണ്ടാക്കി എടുക്കണ്ടേ. അപ്പൊ നമ്മൾ ഇതിനെ എന്തിൽ കൊണ്ടുപോയിട്ടായിരിക്കും ഇടുന്നത്, ഒരു ബാക്ടീരിയന്റെ സെല്ലിൽ കൊണ്ടുപോയിട്ട് ഇടുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താ മക്കളെ, ഇനി അവർക്ക് വളരാനുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നു. അതായത് എന്തൊക്കെയാണ്, ഫേവറബിൾ മീഡിയം, പിന്നെ അതുപോലെ എന്താണ്, ആ മൾട്ടിപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഉള്ള മീഡിയം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ബാക്ടീരിയ എന്താ ഉണ്ടാക്കുന്നത്, ഇനാക്റ്റീവ് ഫോം ഓഫ് ഇൻസുലിൻ ആണ്. അതിൽ നിന്നും പിന്നെ എന്തുണ്ടാക്കും, ആക്റ്റീവ് ഇൻസുലിൻ ഉണ്ടാക്കും. അപ്പൊ മക്കൾ എല്ലാം കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ത് ചെയ്യാ, നോക്കിയിട്ട് എക്സാമിന് പോവാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. വിൽ ദ ഫ്യൂച്ചർ ജനറേഷൻ ഓഫ് ദിസ് ബാക്ടീരിയ ഹാവ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഇൻസുലിൻ? ഈ ഉണ്ടാക്കിയ ബാക്ടീരിയക്ക് ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പോൾ ഇൻസുലിൻ ഉള്ള ബാക്ടീരിയ ആയിരിക്കും ഉണ്ടാവുക എന്ന്. ആയിരിക്കോ? യെസ് ആണ് ആൻസർ, യെസ് ആണ്. എന്താണ് മക്കളെ കാരണം? ബിക്കോസ് അതിൽ നമ്മൾ ഓൾറെഡി ഇൻസുലിന്റെ ജീനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, ആ ഉണ്ടാവുന്ന നെക്സ്റ്റ് ഫ്യൂച്ചർ ജനറേഷനും എന്തുണ്ടായിരിക്കും, ഇൻസുലിൻ ഉണ്ടായിരിക്കും. ബിക്കോസ് എന്താണ്, വി ഓൾറെഡി ഇൻസേർട്ടഡ് ഇൻസുലിൻ ജീൻ അല്ലെ, അതിലേക്ക് ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇൻസേർട്ട് അതായത് ജോയിൻ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് ആരെ, ഇൻസുലിൻ ജീനിനെ. അപ്പൊ ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. റൈറ്റ് എനി 2 യൂസസ് ഓഫ് DNA ഫിംഗർ പ്രിന്റിംഗ് ടെക്നോളജി അല്ലേ. എന്താ മക്കളെ, DNA ഫിംഗർ പ്രിന്റിംഗ് ടെക്നോളജിന്റെ എന്തെങ്കിലും 2 യൂസേഴ്സ് ആണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് നോക്കിയാലോ, എന്തൊക്കെയാണ് DNA യൂസേഴ്സ്? നമുക്ക് ഹെറിഡിറ്ററി ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അതായത് എന്താണ്, പൂർവികരെയൊക്കെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ എന്താണ്, റിയൽ പാരന്റ്സിനെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അച്ഛനാരാ അമ്മയാരാ എന്നൊക്കെയുള്ള പ്രശ്നം വരുമ്പോൾ അതിൽ ആരാണോ റിയൽ പാരന്റ്സ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ടെക്നോളജി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ?
നമ്മുടെ DNA ഫിംഗർ പ്രിന്റിങ് യൂസ് ചെയ്യാം. പിന്നെ എന്തിനൊക്കെയാ മക്കളെ ഉപയോഗിക്കുന്നത്? നമുക്ക് എന്ത് ചെയ്യാന് ഒരു വാറോ അല്ലെങ്കിൽ കലാമിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് നഷ്ടമായവർ കുറെ കാലം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അവരെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, പെട്ടെന്ന് തിരിച്ചു കയറി വരുമ്പോൾ നമ്മൾ മനസ്സിലാവോ കുറെ കാലം കഴിഞ്ഞ് വരുമ്പം? അപ്പൊ അത് റിയൽ ആയിട്ടുള്ള പേഴ്സൺ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ടെക്നോളജി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും? DNA ഫിംഗർ പ്രിന്റിങ് യൂസ് ചെയ്യാം. അപ്പൊ അതിന്റെ എന്തൊക്കെയാണ് യൂസസ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നോക്കിക്കോളാം. 2 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. യെസ്, നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് മക്കളെ? അനലൈസ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ അല്ലെ. എന്താണ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ജെനറ്റിക് എഞ്ചിനീയറിംഗ് ഹാസ് മെയ്ഡ് എ ഗ്രേറ്റ് ലീപ്പ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ജെനറ്റിക് ഡിസീസ് അല്ലെ. നമ്മൾ പഠിച്ചതാണ് ജെനറ്റിക് ഡിസീസ് ഏതൊക്കെയാണെന്ന് അല്ലെ. ഏതൊക്കെയായിരുന്നു? ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ഇതൊക്കെ നമ്മുടെ ജെനറ്റിക് ഡിസീസ് അല്ലെ. അവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്, ജെനറ്റിക് ഡിസീസ് വന്നു കഴിഞ്ഞാൽ അതിനെ ക്യൂർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇംപോസിബിൾ ആണെന്നുള്ള കാര്യം. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ട്രീറ്റ്മെന്റ് മെത്തേഡ് ഇൻഡിക്കേറ്റഡ് അല്ലെ. ഏത് മെത്തേഡ് ആണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ? ഏതാണ് മക്കളെ? ജീൻ തെറാപ്പി ആണ് അല്ലെ. ഏതാണ്? ജീൻ തെറാപ്പി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കണം. വാട്ട് ഈസ് ദ സ്പെസിഫിക് പെക്യുലാരിറ്റി ഓഫ് ദിസ് ട്രീറ്റ്മെന്റ് മെത്തേഡ് അല്ലെ. എന്താണ് ജീൻ തെറാപ്പിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? നമ്മളെ ഈ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീനിനെ അല്ലെങ്കിൽ നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ജീനുകൾ അല്ലെ, പ്രവർത്തനരഹിതമായിട്ടുള്ള പ്രവർത്തിക്കാത്ത അല്ലെങ്കിൽ എന്താണ് നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ജീനിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ നിന്നും റിമൂവ് ചെയ്യുന്നു അല്ലെ, മുറിച്ച് മാറ്റിയിട്ട് നമ്മൾ അവിടെ എന്ത് കൊണ്ടുപോയിട്ട് വെക്കുന്നു? ഫങ്ഷണൽ ജീന് കൊണ്ടുപോയിട്ട് വെക്കുന്നു. അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് അസുഖം മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റില്ലേ? ഇപ്പൊ നമ്മൾ ഹീമോഫീലിയ പറഞ്ഞു അല്ലെ, കയ്യിൽ എവിടെയെങ്കിലും മുറിവായി കഴിഞ്ഞാൽ രക്തം പോകുന്ന ഒരു അവസ്ഥയാണ് ഹീമോഫീലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അവിടെ ജീനാണ് തകരാറിലായത്, ഈ ജീനിനെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫങ്ഷണൽ ജീൻ അവിടെ കൊണ്ടുപോയി വെച്ചാൽ നമുക്കത് ക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റില്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നോക്കാം എന്തൊക്കെയാണ്. ഒന്നാമത്തെ ആൻസർ എന്തായിരുന്നു? ജീൻ തെറാപ്പി. രണ്ടിന്റെ എന്താണ്? ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ് അല്ലെ, ഇൻ വിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസീസ്ഡ് ആയിട്ടുള്ള ആ ജീനിനെ നമ്മൾ അതിന് റിമൂവ് ചെയ്തിട്ട് നോർമൽ ഫങ്ഷണൽ ജീൻ അവിടെ ഇൻസേർട്ട് ചെയ്യുന്നു അല്ലെ, അവിടെ കൊണ്ടുപോയിട്ട് ജോയിൻ ചെയ്യുന്നു. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. മാക്സിമം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മക്കൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതുക. ഈ പാഠത്തിൽ നിന്ന് വരുന്ന എല്ലാ മാർക്കും എല്ലാവരും സ്കോർ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ.